ദുൽഖർ സൽമാന്റെ ചാർലി എന്ന സിനിമയിലെ ആ മാസ് വെള്ളക്കുതിരയെയും കായംകുളം കൊച്ചുണ്ണിയിലെ ഒട്ടകത്തെയും തേന്മാവൻ കൊമ്പത്ത് സിനിമയിൽ ഉപയോഗിച്ച ആ കാളവണ്ടിയും പിന്നെ നിവിൻ പോളി ചിത്രം സാറ്റർഡേ നൈറ്റിലെ ആ രഥവും ഒക്കെ ഒരേ സ്ഥലത്ത് നേരിട്ട് കാണാൻ പറ്റിയ ഒരു സ്പോട്ട് നിങ്ങൾക്കറിയാമോ? ഇവരെയൊക്കെ കാണാൻ തമിഴ്നാട്ടിലേക്കോ രാജസ്ഥാനിലേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ പത്തനംതിട്ടയില് അടൂരിനടുത്തുള്ള തട്ടയിലോട്ട് വന്നാൽ മതി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നാലുകെട്ടിനോട് ചേർന്ന് ഒട്ടകവും കുതിരകളും ഒട്ടകപ്പക്ഷിയും മുതൽ പുതുതായി ഒരുക്കിയ മിറക്കിൾ കേവ് വരെ അടങ്ങിയ ഒരു ഒന്നൊന്നര മിനി മൃഗശാല തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സിനിമാ താരങ്ങളായ മൃഗങ്ങളുടെ വിശേഷങ്ങളും ഇവിടുത്തെ അടിപൊളി കാഴ്ചകളുമായിട്ട് നമ്മുടെ തട്ടയിലെ നന്ദന ഫാമിലെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമൊക്കെ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നന്ദന ഫാമിലേക്ക് എത്തുന്ന സന്ദർശകരെ, പ്രത്യേകിച്ച് കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന മറ്റൊരു അടിപൊളി കാഴ്ച കൂടിയുണ്ട്. നമ്മളകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കാൻ ഇതുപോലെയുള്ള ക്യൂട്ട് കാർട്ടൂൺ മസ്കറ്റുകളും ഒപ്പം ഒരു ഭീമൻ ഗൊറില്ലയും ഒക്കെ ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്ന പാട്ടുകൾക്കൊപ്പം ആളുകളുടെ കൂടെയും കുട്ടികളുടെ കൂടെയും ഒക്കെ കൂടെ വന്ന് അടിപൊളി ഡാൻസ് കളിക്കാനും അവരെ കളിപ്പിക്കാനും ഒക്കെ ഈ കക്ഷികൾ മുന്നിലുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടവുമാണ്. ഫാമിലെ കാഴ്ചകൾ കാണാൻ വരുന്നവർക്ക് ഒരിത്തിരി കൂടുതൽ സന്തോഷവും എനർജിയും ഒക്കെ തരാന് ഈ മസ്കറ്റുകളുടെ പെർഫോമൻസിന് പറ്റുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഇനി ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു കുട്ടി പാർക്കും കൂടി ഒരുക്കിയിട്ടുണ്ട്. വലിയ സെറ്റപ്പുകളൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. മെയിൻ ആയിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ട്രാംപോളിന്, അതായത് ചാടിക്കളിക്കുന്ന ആ ഒരു റബ്ബർ ബെഡ് ഇവിടെയുണ്ട്. കൂടാതെ മുകളിൽ നിന്ന് നിരങ്ങി ഇറങ്ങുന്ന കുറച്ച് സ്ലൈഡറുകളും പിന്നെ കുറച്ച് ഊഞ്ഞാലുകളും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് ബോറടിക്കാതെ ഇരിക്കാനുള്ള ചില ചെറിയ റൈഡുകളൊക്കെ ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് പുതുതായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ മിറക്കിൾ കേവ് എന്ന് പറയുന്നത്. ഇതിന്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല. ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിലൂടെയുള്ള യാത്രയാണ് ഇത് സമ്മാനിക്കുന്നത്. നമ്മുടെ ബാലരമ കേവ് പോലെയൊക്കെ ചെറിയ രീതിയിൽ പേടിപ്പിക്കാനുള്ള സെറ്റപ്പൊക്കെ ഗുഹയ്ക്കുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരാൾക്ക് വെറും 30 രൂപ മാത്രമാണ് ഈ മിറക്കിൾ കേവിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. 30 രൂപയ്ക്ക് ഒട്ടും നഷ്ടമില്ലാത്ത ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ഈ ഗുഹയ്ക്കുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ത്രില്ലും സസ്പെൻസും ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് നന്ദന ഫാമിലെ യഥാർത്ഥ താരങ്ങളെ കാണാനാണ്. അതിൽ നമ്മളെ ആദ്യം തന്നെ ഞെട്ടിക്കാൻ വരുന്നത് ഈ നിൽക്കുന്ന ഒരു ഭീമൻ ഇഗ്വാനയാണ്. ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നുമെങ്കിലും കക്ഷി പാവത്താനാണ് കേട്ടോ. ആളുകളുമായിട്ട് ഭയങ്കരമായി ഇണങ്ങി ജീവിക്കുന്ന നല്ല ഒന്നാന്തരം ടേംഡ് ആയിട്ടുള്ള ഒരു ഇഗ്വാനയാണിത് കേട്ടോ. ഇവിടെ വരുന്നവരുടെ കയ്യിലും തോളത്തുമൊക്കെ യാതൊരു കൂസലും ഇല്ലാതെ കക്ഷി വലിഞ്ഞു കയറിയിരുന്നോളും. ഇതാ നോക്കിക്കേ, ഇവന്റെ തോളിൽ എത്ര കൂളായിട്ടാണ് ഇത് കയറിയിരിക്കുന്നതെന്ന്. ഫാമിലെത്തുമ്പോൾ പേടിയില്ലാതെ കൂടെ നിർത്തിയ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഇവിടുത്തെ ആദ്യത്തെ ഒരു മാസ് ഐറ്റം ഇവൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇഗ്വാനയോട് കൂട്ടുപിടിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ കൊണൂർ പക്ഷികളുടെയും മക്കാബോയുടെയും ഒക്കെ വലിയൊരു കൂട്ടിലേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടർലാൻഡ് എന്ന് തന്നെ പറയാം. നമ്മൾ കൂടിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേക്കും ഇതുപോലെ കൂട്ടത്തോടെ കളർഫുൾ ആയിട്ടുള്ള കൊണൂർ പക്ഷികൾ നമ്മുടെ തലയിലും തോളിലും കയ്യിലും ഒക്കെ പറന്നു വന്നിരിക്കുവേ. എല്ലാം നല്ല ഒന്നാന്തര ടേംഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. അതുമാത്രമല്ല, കൂട്ടത്തിലെ വലിയ ആളായ ആ സുന്ദരൻ മക്കാവോയും യാതൊരു ജാടയും ഇല്ലാതെ നമ്മുടെ ദേഹത്തേക്കൊക്കെ പറന്നു വന്നിരുന്നോളുവേ. ഇവന്മാര് പതുക്കെ അവരുടെ ചുണ്ടുകൊണ്ട് നമ്മുടെ ചെവിയിലും കഴുത്തിലും കയ്യിലും ഷർട്ടിലും ഒക്കെ ചെറുതായിട്ടൊന്ന് കൊത്തും കേട്ടോ. വേദനിപ്പിക്കത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തര ഇക്ലിയാണ് വരുന്നത്. പക്ഷികളെ സ്നേഹിക്കുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഫാമിലെ ഏറ്റവും ഫീലുള്ള ഒരു അനുഭവം തന്നെയാണ് ഈ ബേഡ്സിന്റെ കേജ് തരുന്നത്. അങ്ങനെ പക്ഷിക്കൂട്ടിലെ ആ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഫാമിലെ അടുത്ത വെറൈറ്റി ഐറ്റത്തിന്റെ മുന്നിലേക്കാണ്. നല്ല ഒന്നാന്തരം ഒരു അടിപൊളി പൈത്തൺ അല്ലെങ്കിൽ പെരുമ്പാമ്പിന്റെ അടുത്തേക്ക്. ഒത്തിരി വലിയ ഭീകരനൊന്നും അല്ല. ഈ കാണുന്ന പോലെ ക്യൂട്ടായ ഒരു ചെറിയ പാമ്പാണ്. പക്ഷെ ആളൊരു പാവമാണ് കേട്ടോ. നല്ല ടേംഡ് ആയതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ നമുക്കിങ്ങനെ ധൈര്യമായിട്ട് കയ്യിലും തോളത്തും ഒക്കെ വെക്കാവേ. പാമ്പ് അവന്റെ തോളിലേക്ക് കയറിയപ്പോൾ അവന്റെ ആ മുഖത്തുണ്ടായ പേടി കണ്ടോ. പേടി വരുന്നുണ്ടെങ്കിലും കക്ഷി പാവമാണെന്ന് മനസ്സിലായതോടെ രണ്ടുപേരും അങ്ങ് കൂളായി സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്. പാമ്പിനെ പേടിയുള്ളവർക്ക് പോലും ആ ഒരു പേടി മാറ്റി തോളിൽ വെച്ച് ഒരു മാസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കിടിലൻ അവസരമാണ് ഇതിവിടെ ഉള്ളത്.
ഇതൊക്കെ കൂടാതെ വെറൈറ്റി ഇനത്തിൽപ്പെട്ട പലതരം എലികളും ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പൊന്നുമല്ല, നല്ല ക്യൂട്ടായിട്ടുള്ള മംഗോളിയൻ ഗർബിലും അമേരിക്കൻ ഹാംസ്റ്ററും ഗിനിപ്പന്നികളും ഒക്കെ അടങ്ങിയ വലിയൊരു നിര തന്നെയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഈ ഫാമിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളായ സിനിമാ താരങ്ങളുടെയും വമ്പന്മാരുടെയൊക്കെ അടുത്തേക്കാണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ ചാർലി സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന ആ സുന്ദരൻ വെള്ളക്കുതിര ആദിശങ്കരനെയാണ്. സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഈ മാസ് കുതിരയെ ഇതുപോലെ നേരിട്ട് കണ്ട് തൊട്ടും തലോടിയും ഒക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ആളുകളോട് ഭയങ്കരമായി ഇണങ്ങി നിൽക്കുന്ന ഒരു പാവത്താനാണ് കക്ഷി കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് തന്നെ തമിഴ്നാട്ടിലെ കശാപ്പുകാരനിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടെ എത്തിച്ച നല്ല ഒന്നാന്തരം കാങ്കയം ഇനത്തിൽപ്പെട്ട മാണിക്കൻ എന്ന കാളയാണ് ഇത്. നല്ല വലിയ കൊമ്പുകളൊക്കെയുള്ള ഒരു ഗംഭീര ലുക്കാണെങ്കിലും ഇതാ കണ്ടില്ലേ, നമ്മൾ ചെന്ന് തലോടി കൊടുക്കുമ്പോൾ കക്ഷി എത്ര ശാന്തനായിട്ടാണ് നിൽക്കുന്നതെന്ന്. മാണിക്കന്റെ ആ വലിപ്പം കണ്ട് കണ്ണ് തെളിയെങ്കിൽ അടുത്തതായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്താൻ വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശുവിനമായ വെച്ചൂർ പശു ഇനത്തിൽപ്പെട്ട ഒരു കുഞ്ഞു കാളയാണ്. കാണാൻ നല്ല ക്യൂട്ടായ ഒരു കുട്ടി ലുക്ക്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു മിടുക്കൻ കൂടിയുണ്ട്, നമ്മുടെ പോണിക്കുതിര. സാധാരണ കുതിരകളുടെ അത്രയും വലിപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള കുറിയ ഇനം കുതിരയാണ് ഇത്. ഇതിന്റെ അടുത്ത് ചെന്ന് പതുക്കെ പുറത്തൊക്കെ തലോടി കുറച്ച് സമയം ചെലവഴിക്കാൻ നല്ല രസമാണ്. വലിയ മൃഗങ്ങളെ പേടിയുള്ളവർക്ക് പോലും ഒട്ടും പേടി കൂടാതെ വന്ന് കൂട്ടുകൂടാൻ പറ്റിയ 2 പേരാണ് ഈ കുഞ്ഞിക്കാളയും പോണിക്കുതിരയും. അങ്ങനെ കുതിരകളെയും കുട്ടിക്കാളകളെയൊക്കെ കണ്ടു കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് നോക്കിയാലുണ്ടല്ലോ, ദാ നിൽക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷി. ഇവന്റെ നീളമുള്ള കഴുത്തും വലിപ്പവും ഒക്കെ വിഷ്വലിൽ കാണാൻ നല്ല ലുക്കാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഓസ്ട്രേലിയൻ സ്വദേശിയായ നമ്മുടെ യമു പക്ഷിയെ നമുക്ക് കാണാൻ പറ്റും. ഒട്ടകപ്പക്ഷിയോളം വലിപ്പമില്ലെങ്കിലും രണ്ടാമത്തെ വലിയ പക്ഷിയായ യമുവിന്റെ ആ നോട്ടവും നടത്തവും ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ കാണുന്ന നല്ല വളഞ്ഞ കൊമ്പൊക്കെയുള്ള കക്ഷിയുണ്ടല്ലോ, ഒരു വിദേശി ഇനത്തിൽപ്പെട്ട മുട്ടനാട് ചെമ്മരിയാടാണ്. നല്ല കട്ടിയുള്ള മുടിയും ആ കൊമ്പും ഒക്കെ കാരണം ആളൊരു ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും കക്ഷി ശാന്തനാണ്. പക്ഷെ അത്ര ശാന്തനല്ല, ചിലപ്പോൾ വന്ന് പുറകിൽ നിന്ന് വന്ന് ചന്തിക്കിടിക്കാൻ ചാൻസ് ഉണ്ട്. തൊട്ടപ്പുറത്ത് നീളമുള്ള കാതുകളും രോമങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്ന ഈ സുന്ദരനാട് ജമുനാപ്പിയാരി ഇനവുമായിട്ട് ക്രോസ് ചെയ്ത നല്ല ഒന്നാന്തരം വേറൊരു മുട്ടനാടാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ ഫാമിലെ മറ്റൊരു വമ്പൻ സിനിമാ താരത്തിന്റെ അടുത്തേക്കാണ്. നിവിൻ പോളി നായകനായ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ അഭിനയിച്ച് തകർത്ത ഹൈദ എന്ന ഒട്ടകമാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒട്ടകത്തെ കാണുക എന്നത് ഒരു അപൂർവ കാഴ്ചയാണല്ലോ. അങ്ങ് മരുഭൂമിയിൽ മാത്രമല്ല, ഇവിടെ അടൂരും ഒട്ടകം വളരും കേട്ടോ. ഇതിന്റെയൊക്കെ ഒപ്പം തന്നെ പാവത്താനായ ഒരു കുഞ്ഞു കഴുതയും കൂടി ഇവിടെയുണ്ട്. ആള് ഭയങ്കര കൂളാണ്, ഭയങ്കര ടേംഡാണ്, വിളിച്ചാൽ ഓടി അടുത്തേക്ക് വരും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള മൃഗങ്ങളെ തൊട്ടടുത്ത് കാണാനും അവയുടെ കൂടെ സമയം ചെലവഴിക്കാനും ഒക്കെ പറ്റിയ തട്ടയിൽ ഈ നന്ദന ഫാം ഉണ്ടല്ലോ, പത്തനംതിട്ടയിൽ വരുന്നവര് ഒട്ടും മിസ് ചെയ്യരുത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഈ പഴയ ഇതാണ് യമു പക്ഷിയുടെ ഒറിജിനൽ മുട്ട. ഒരു മുട്ടയ്ക്ക് ഏകദേശം 1500 രൂപ മുതൽ ഇപ്പൊ തൃശ്ശൂർക്കാർക്ക് വിറ്റ് വെച്ചിരുന്ന. അപ്പൊ ഇതൊക്കെ പിടിച്ചാൽ പുലിക്കരുത്, പുലിക്കൽ അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഒരു മുട്ടയ്ക്ക് 1500 രൂപക്ക് ഇവിടെ ഗവൺമെന്റിന്റെ ഒരു ഫാം ഉണ്ട്, അവിടെ 500 രൂപയ്ക്ക് കിട്ടും. പക്ഷെ അതൊക്കെ ബുക്ക് ചെയ്യണം, 2-4 കൊല്ലമൊക്കെ എടുക്കും. അപ്പോൾ ഇതാണ്, ഇത് പൊട്ടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 പേർക്ക് കഴിക്കാൻ പറ്റും, ഏറ്റവും കുറഞ്ഞത്. അതേപോലെ തന്നെ ഓസ്ട്രിച്ചിന്റെ മുട്ട, നമ്മുടെ ഒട്ടപ്പശിയില്ലേ, അതിന്റെ മുട്ട ഞങ്ങൾ കഴിച്ചതിന് ശേഷം തോടെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം മാത്രമാണ്. ഇത് 4 കെട്ടല്ലേ? പഴയ 4. എത്ര വെള്ളം വീണാലും അതേപോലെ അങ്ങനെ അറ്റത്ത് കാണാൻ തിരികല്ല്. ഇത് ആട്ടുകല്ല്, ഒലക്ക, ഇത് വിത്തോട്ടിലേക്ക് ശബ്ദിക്കുന്ന സംഭവം. അതേപോലെ തന്നെ ചെളിക്കലപ്പ. പണ്ട് ബൈസൈക്കിൾ ഉണ്ടല്ലോ, റോഡിൽ ഇറങ്ങണമെങ്കിൽ ലൈസൻസ് വേണം.
65-66 വർഷത്തിൽ സൈക്കിൾ ലൈസൻസ് അതെ എറണാകുളം പഞ്ചായത്തിലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഇയാൾ. അദ്ദേഹത്തിന്റെ ലൈസൻസിന്റെ കോപ്പിയാണ് ഇപ്പൊ എന്റെ കുട്ടികളുടെ കളക്ഷൻസ്. ഹോഴ്സിന്റെ ഒക്കെ സാധനങ്ങളാണ് ഈ ഡെക്കറേഷൻ സെറ്റുകൾ. ഇതാണ് ഹോഴ്സ് ഷൂ കേട്ടോ, കുതിരയ്ക്ക് അടിക്കുന്ന ലാഡ്. അതേപോലെ തന്നെ കുതിരയെ നമ്മുടെ ബൈക്കിന്റെ വെഡിങ്സിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡെക്കറേഷൻ സെറ്റുകൾ, ഹോഴ്സ് ക്യാമലിന് ഇടുന്ന ഡെക്കറേഷൻ സെറ്റ്, അങ്ങനെ ഇത് വണ്ടിയെ കെട്ടുമ്പോൾ ഇടുന്ന ഡെക്കറേഷൻ സെറ്റ്, അങ്ങനെ ഇതെല്ലാം എല്ലാവരുടെ ലക്ഷ്യങ്ങളുടെ സാധനമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫാമിലെ കാഴ്ചകൾ. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ എൻട്രി ഫീ വരുന്നത്. സിനിമകളിൽ ഉപയോഗിച്ച മൃഗങ്ങൾ, കുതിരവണ്ടികൾ, കുട്ടികൾക്കായിട്ടുള്ള പാർക്ക്, പിന്നെ ഒരു ചെറിയ ഫാം മ്യൂസിയം തുടങ്ങി കാഴ്ചകളൊക്കെ ഇവിടെ പലതാണ്. ഒരു ദിവസം വൈകുന്നേരം വന്ന് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടിച്ചു പൊളിക്കും അപ്പുറം ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക് ഇതൊക്കെ വന്ന് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ സമയമൊക്കെ കിട്ടുമ്പോൾ നിങ്ങളും ഇവിടെ കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ. അപ്പോൾ ഇവിടെ കുറച്ച് റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിക്കണം. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശനം. പിന്നെ വർക്ക് നടക്കുന്നത് കൊണ്ട് വീക്ക് ഡേയ്സിൽ ഓപ്പൺ ആണോ എന്നൊക്കെ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചേച്ച് വരണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നന്ദന ഫാമിലെ കാഴ്ചകൾ. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ഇറ്റ്സ് മീ കൊച്ചു ബേബി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.